ഗൈസ് നമ്മൾ ഇന്നൊരു സമ്മർ ആക്ടിവിറ്റി സെറ്റപ്പിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഇവിടുന്ന് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് പബ്ലിക് ട്രാൻസിറ്റ് എടുത്ത് നേരെ നമ്മൾ ഡൗൺ ടൗണിൽ ചെന്ന് അവിടുന്ന് ആക്ച്വലി ഒരു ഫേമസ് പാർക്കുണ്ട്, സ്റ്റാൻലി പാർക്ക് എന്ന് പറഞ്ഞു, വാൻകൂറിലുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ ആ സ്റ്റാൻലി പാർക്കിന് ചുറ്റും നമ്മൾ ബൈക്ക് റെൻറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് 10-12 കിലോമീറ്റേഴ്സോളം ഉണ്ട്. അത് നമ്മൾ സൈക്കിൾ റൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് പബ്ലിക് ട്രാൻസിറ്റ് എടുത്ത് ഇവിടുന്ന് ആക്ച്വലി ബസ് എടുത്ത് അതിന് സ്കൈ ട്രെയിനിൻ്റെ അവിടെ ചെന്ന് സ്കൈ ട്രെയിനും എടുത്ത് നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങും. വൈബ് വീഡിയോ ആയിരിക്കും ഗൈസ്. അപ്പോൾ അടിച്ചു കയറി വാ. ഇതാണ് ഗൈസ് ഇവിടുത്തെ ബസ്. അപ്പോൾ ഇങ്ങനെ ഒരു ബസ്സിൽ കയറി നമ്മൾ സ്കൈ ട്രെയിനിൽ ചെന്ന് ഇറങ്ങും. അതുകൊണ്ട് ആ കാണുന്ന ബസ് അതിൽ കയറി വേണം നമുക്ക് പോകാൻ. ജില്ലെന്ന് വരുന്നുണ്ട്. അങ്ങനെ ഗൈസ് ഞാൻ ലങ്കര 49 എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേഷനിൽ വന്ന് ബസ് ഇറങ്ങി. ഇതിവിടുത്തെ സ്കൈ ട്രെയിൻ സ്റ്റേഷനാണ്. അപ്പോൾ ഇനിയും ഇവിടെ നിന്ന് സ്കൈ ട്രെയിനിൽ കയറി നമ്മൾ ഡൗൺ ടൗണിൽ ചെല്ലും, ജില്ലെന്ന്. ഇതാണ് കേസ് ഇവിടുത്തെ ട്രാൻസിറ്റ് കാർഡ്. ഇത് യൂസ് ചെയ്ത് ബസ്സും ട്രെയിനും ഒക്കെ യൂസ് ചെയ്യാം. ആക്ച്വലി ഇതിനകത്ത് ബാലൻസ് എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്യട്ടെ. കോമ്പസ് കാർഡെന്ന് പറയും. ഇത് വെച്ചാണ് കേസ് നമ്മളിവിടെ കോമ്പസ് കാർഡ് ചാർജ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് വ്യൂ ബാലൻസ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് കാണാം. ഓൾറെഡി ഒരു 950 ഉണ്ട്. അപ്പോൾ അത് മതിയായിരിക്കും. അപ്പോൾ ഓക്കെ. ഇതാണ് ഇവിടുത്തെ സ്കൈ ട്രെയിൻ. ആക്ച്വലി ഞാൻ അടുത്തത്തിൽ കയറാം. ഇത് ഇവിടുന്ന് വാട്ടർ ഫ്രണ്ട് വരെ സ്കൈ ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത ട്രെയിൻ 2-3 മിനിറ്റ്സിൽ വരും. എല്ലാ 2-3 മിനിറ്റ്സിലും ട്രെയിനുണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ട് വാട്ടർ ഫ്രണ്ടിൽ പോകുന്നതും ഇങ്ങോട്ട് YVR എയർപോർട്ടിൽ പോകുന്നതും. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു വിട്ട് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ വരുന്നത് YVR എയർപോർട്ട്. ഇത് YVR എയർപോർട്ട് വരെ ചെല്ലുന്ന ട്രെയിനാണ്. ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് വാട്ടർ ഫ്രണ്ട് ഡൗൺ ടൗൺ വരെ ചെല്ലും. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇതുവരെ വന്നിട്ടില്ല. ഇത് പാസ് ചെയ്ത് കഴിഞ്ഞ് വരും. ഇവിടെ കാണിക്കുന്ന 2 മിനിറ്റ്സ് ഉണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ ട്രെയിൻ. അപ്പോൾ നമ്മളിതേ കയറി ഡൗൺ ടൗണിൽ ചെന്നിറങ്ങി. ഗൈസ് അങ്ങനെ നമ്മൾ വാൻകൂവർ സിറ്റി സെൻറ്ററിൽ ട്രെയിൻ ഇറങ്ങി അവിടെ നിന്ന് നടന്നിപ്പോൾ നമ്മൾ സ്കൈ ട്രെയിൻ എടുക്കാൻ പോവുകയാണ്. എല്ലാം വാൻകൂവർ ഡൗൺ ടൗണിൻ്റെ കാഴ്ചകളാണ്. ഇന്നിപ്പോൾ ആക്ച്വലി വീക്കെൻഡ് ആയതുകൊണ്ട് വലിയ റഷൊന്നുമില്ല. റോഡ്സൊക്കെ അത്യാവശ്യം ഫ്രീ ആണ്. പക്ഷെ എന്നാൽ ഇത് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് അല്ലേ ഗൈസ്. നമ്മൾ ട്രാൻസിറ്റ് എടുത്ത് വരുന്നു, എന്നും വണ്ടിയിലൊക്കെ തന്നെ അല്ലേ. അപ്പോൾ ആ ഒരു ഡിഫറെൻറ്റ് വൈബ് കിട്ടാൻ വേണ്ടി അടിച്ചു കയറി വാ. അപ്പോൾ ഇത് നമ്മൾ വേറെ ഇന്ന് ബൈക്ക് റെൻറ്റ് ചെയ്യുന്നു. ഇത് ആക്ച്വലി ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ബൈക്ക് റെൻറ്റ് ചെയ്ത് നമ്മൾ ഒന്ന് കറങ്ങി നോക്കിയിട്ടുണ്ട്. പക്ഷേങ്കിൽ അതൊരു 7-8 ഇയേഴ്സ് ബാക്കായിരുന്നു. പിന്നെ ചെന്ന് നോക്കാം. ഇവിടെ സ്കൈ ട്രെയിൻ ഇറങ്ങി ഒരു ഓൾമോസ്റ്റ് 2 കിലോമീറ്റേഴ്സ് നടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ അളിഞ്ഞങ്ങ് നടക്കുവാണ് ഗൈസ്. ഇനിയും ബൈക്ക് റെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരുപാട് ബൈക്ക് റെൻറ്റൽസ് ഉണ്ട്. എവിടെയും നമുക്ക് കയറി നോക്കാം. ഇവിടെ ഈ ബൈക്സും കിട്ടും, അല്ലാതെ നമുക്ക് ചവിട്ടുന്ന ബൈക്സും ഉണ്ട്. ഇതെല്ലാം ഒരു ഗ്രൂപ്പാണ്. പല ടൈപ്പ് ബൈക്കുകളുണ്ട് ഗൈസ്. ഇത് വേണേൽ 2 പേർക്ക് ചവിട്ടാൻ സെറ്റപ്പ്. പല രീതിയിലുള്ള പിള്ളേരെയൊക്കെ ഇരുത്തിക്കൊണ്ട് പോകാൻ പറ്റിയ ബൈക്ക്. ഇതൊരു ലോഡ് ബൈക്കാണല്ലോ ഗൈസ്. എല്ലാം നോക്കാം. അങ്ങനെ ഗൈസ് ഞാൻ ഈ സ്പോക്ക് ബൈസൈക്കിൾ റെൻറ്റൽസ് എന്ന് പറഞ്ഞ സംഭവത്തിൽ വന്നു. അപ്പോൾ ഈ ഐപാഡ് ചെക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. നോക്കാം. നമ്മളൊരു ബൈക്കൊക്കെ റെൻറ്റ് ചെയ്ത് നമ്മുടെ ബൈക്ക് കണ്ട് ഈ ചേട്ടനെ കൊണ്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ബൈക്കൊക്കെ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ആക്ച്വലി അതൊരു ബൈക്കാണ്. പക്ഷേ സ്റ്റിൽ നമ്മൾ ചവിട്ടണം. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 2 ട്രാക്കാണ് ഉള്ളത്. ഈ ട്രാക്ക് ബൈക്സിന് പോകാനും ആ ട്രാക്ക് പെഡസ്ട്രിയൻസിന് നടക്കാനും ഉള്ളതാണ്. വളരെ സൂക്ഷിച്ചൊക്കെ വേണം. പിള്ളേരൊക്കെ എടുത്ത് ചാടും. അതുപോലെ തന്നെ ഡോഗ്സിനെ കൊണ്ട് വാക്കിന് വരുന്നവരും ഒക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു വ്യൂവിലൂടെയാണ് നമ്മൾ ബൈക്ക് ചവിട്ടിക്കൊണ്ട് പോകുന്നത്. ഒരു വ്യൂവിലൂടെയാണ് നമ്മളിപ്പോൾ ബൈക്ക് ചവിട്ടിക്കൊണ്ട് പോകുന്നത്. നല്ല സെറ്റാണ്. ഇന്ന് ആക്ച്വലി വീക്കെൻഡ് ആയതുകൊണ്ട് ബൈക്കൊക്കെ കിട്ടാൻ ഇച്ചിരി വിഷമമാണ്. സ്റ്റിൽ നമ്മൾ നേരത്തെ വന്നുകൊണ്ട് നമുക്ക് കിട്ടി. 9 o'clock ഇതിൽ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ അങ്ങ് പോവാണ് ഗൈസ്. അങ്ങനെ ഗൈസ് ഞാനൊരു ബ്രേക്ക് എടുത്തു. നമ്മുടെ ബൈക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ ആക്ച്വലി സീപ്ലെയിൻസ് ഒക്കെ ലാൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണ്. അതാണ് ഇവിടെ നിർത്തിയത്. വേറെ തന്നെ വൈബ്. ആക്ച്വലി നല്ല വെതറാണ് ഗൈസ്. ഒരു രക്ഷയുമില്ല. പൊളിക്കുകയാണ്. അടിച്ചേറി വാ എല്ലാവർക്കും ഗൈസ്. ഇതൊരു സമ്മർ ആക്ടിവിറ്റീസ് എന്നുള്ളതിനെക്കാട്ടിലുള്ളൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു വർക്കൗട്ടാണ്.
ഓൾമോസ്റ്റ് 12 കിലോമീറ്റേഴ്സ് നമ്മൾ സൈക്കിൾ ചവിട്ടുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു വ്യൂ ഈ വെതറിലൂടെ ഒക്കെ നമ്മൾ ചവിട്ടുന്നുണ്ട്, നമ്മൾ അത്ര അറിയത്തില്ല. നല്ല ഈ സീനിക്കായിട്ടുള്ള സ്ഥലത്തൂടെ നമ്മൾ ബൈക്കിൽ പോകുന്നത്. ആ വൈബ് ഗൈസ്. അപ്പോൾ എല്ലാവരും അടിച്ചു കയറി വാ. വന്യമൃഗങ്ങളൊക്കെ ഉള്ള കാടാണ്. എന്തായാലും നമ്മൾ മുന്നോട്ട് തന്നെ പോകും ഗൈസ്. പേടിച്ച് പിന്മാറുന്ന പരിപാടിയില്ല. വൈബ് ഗൈസ്. ഇവിടെ പ്രത്യേകിച്ച് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ആനിമൽസിനെ ഫീഡ് ചെയ്യില്ലെന്നൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും ഫീഡ് ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് കഴിക്കാൻ കൂട്ടില്ല, അന്നേരം ഇനി ആനിമൽസിനെ ഫീഡ് ചെയ്യില്ല. വൈബ്. എന്തായാലും ചവിട്ടി ചവിട്ടി ഊപ്പാട് പറ്റും ഗൈസ്. ഇവിടെ പിന്നെ ലൈക്ക് എന്താ നമുക്ക് ഇരിക്കാനും അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് ഇവിടെ ഫുഡ് മേടിക്കാനും അതിനൊക്കെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. നമ്മൾ നിർത്തുന്നില്ല ഗൈസ്, നമ്മൾ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ വിരിയട്ടങ്ങോട്ട് പോക്കാവടി. വണ്ടിയൊക്കെ ഇവിടെ ചവിട്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് പേരിങ്ങനെ നടക്കാനും ബൈക്കിങ്ങിനായിട്ടൊക്കെ വരുന്നവർ ഒരുപാട് പേരുണ്ട്. ബൈക്കിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നല്ലൊരു പരിപാടി കേട്ടോ ഗൈസ്. കാരണം നല്ല അതിനൊരു സെപ്പറേറ്റ് ട്രാക്കുണ്ട്. ഈ ട്രാക്ക് എന്ന് പറഞ്ഞാൽ ബൈക്കിങ്ങുകാർക്ക് മാത്രമുള്ള ട്രാക്ക്. ഇത് പെഡസ്ട്രിയൻസിന്. അപ്പോൾ നടക്കുന്നവർക്ക് ഓടാനും ഒക്കെ ഉള്ളവർക്ക് ജോഗ് ചെയ്യാനും ഒക്കെ ഉള്ളവർക്ക് ഇവിടെ വേറെ തന്നെ വൈബ് ഗൈസ്. ആഹാ. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു ഹെൽമെറ്റൊക്കെ ഇവർ തന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ വണ്ടി വൈബ്. ഓ ഹെൽമെറ്റൊക്കെ എന്തതിനാണ്. എനിവേസ് ഗൈസ്, നമ്മൾ ട്രാഫിക് റൂൾസൊക്കെ പാലിച്ച് നമ്മൾ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് പറയാനൊക്കത്തില്ല. ഇതാണ് ഇതിൻ്റെ പവർ. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിൽ നമ്മൾ ചവിട്ടുമ്പോൾ ഒരു ചെറിയൊരു നമ്മൾ ചവിട്ടുന്നതിനനുസരിച്ച് ഇത് മുന്നോട്ട് പോകത്തുള്ളൂ. ബട്ട് സ്റ്റിൽ ഇത് ചെറിയൊരു ഫോഴ്സ് മുന്നോട്ട് നമുക്ക് തരും, അത്രേ ഉള്ളൂ. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ബൈക്ക് ഉണ്ട്, അത് ഞാൻ എടുത്തില്ല. അതാകുമ്പോൾ വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ. നമുക്കൊരു ഇച്ചിരി ഒന്ന് വർക്കൗട്ടൂടെ വേണ്ടേ, അതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇതെടുത്തത്. പിന്നെ ഇത് ലോക്കാണ് ഗൈസ്. ഇത് ലോക്കാണ്, നമ്പർ ലോക്കാണ്. എവിടെയെങ്കിലും നമ്മളിപ്പോൾ വെച്ചിട്ടൊക്കെ പോകാൻ നമുക്ക് ലോക്ക് ചെയ്യാം. പിന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റാണ്. എനിവേസ് നല്ലൊരു ബൈക്കാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ റെൻ്റ് എന്ന് പറയുന്നത് 1 ഹവറിലേക്ക് എങ്ങാണ്ട് $15 എങ്ങാണ്ട. ഞാൻ 2 ഹവേഴ്സിൽ കൂടുതൽ നമ്മളിത് എടുക്കത്തില്ല. അപ്പോൾ അപ്പോഴത്തേനും നമ്മൾ തിരിച്ചുകൊണ്ട് കൊടുക്കും. അപ്പോൾ ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ് കേസ്. വീണ്ടും വൈബാണ് കേസ്. ഇവിടെ ഒരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ ആക്ച്വലി ആളുകൾ ഡ്രോൺ വിടുകയും ഒരാൾ ഡ്രോണൊക്കെ പറത്തുന്നുണ്ട്. അങ്ങനത്തെ വൈബൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഞാനും ഒരു ബ്രേക്ക് എടുത്തു. ഓൾമോസ്റ്റ് ഒരു 2-3 കിലോമീറ്റേഴ്സ് 3-4 കിലോമീറ്റേഴ്സ് മേലെയായി. ട്രാക്ക് ചെയ്യാൻ ഇത് മീറ്ററൊന്നുമില്ല. ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ കിഡിലും വൈബായിരിക്കും ഗൈസ്. ബൈക്കാണ്, ബൈക്കിങ്ങുകാർ നടപ്പുകാരൊക്കെ ഒത്തിരി ഉണ്ട്. വലിയ വാറവണ്ടയുടെ ഇടയിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. എവിടെ ആയെന്നൊരു പിടിയില്ല. ഏതായാലും ചെന്നെത്തും ഗൈസ്. എവിടെ ചെന്ന് അവസാനിക്കുന്നത് അവിടെ ചെന്ന് അവസാനിക്കും, അത്രേ ഉള്ളൂ. ഒരു പിടിയില്ല എങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു വെഡ്ഡിങ് ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. നല്ല സീനറിയാണ്. പിന്നെ കാർഗോ ലൈക്ക് ഷിപ്സൊക്കെ ഉണ്ട്. നമ്മുടെ യുവസൈഡിൻ്റെ ഒക്കെ millions of dollars കണ്ടെയ്നേഴ്സാണ് കൈ സാധിക്കുന്നത്. പാർക്കിനകത്ത് തന്നെ വാഷ്റൂം, ചെറിയ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. ഇവിടെ കോഫിയൊക്കെ കുടിക്കാനും അല്ല ചെറിയ സ്നാക്സൊക്കെ വാങ്ങാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ബൈക്കൊക്കെ റിട്ടേൺ ചെയ്ത് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഞാനൊരു 1.5 hours യൂസ് ചെയ്തു. എന്നാലും 1 hour അവർ എൻ്റെ ചാർജ് ചെയ്തുള്ളൂ. നല്ല പരിപാടി. ആപ്പ് വെച്ചുള്ള ലൈക്ക് ബൈക്സ് ഉണ്ട്, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ടാപ്പ് ചെയ്തെടുക്കുന്നത്. അതൊന്നും എടുക്കാതിരിക്കുന്നതല്ല. ഇതാകുമ്പോൾ നമുക്ക് അവരോട് വന്ന് സംസാരിക്കുകയും ഇൻ കേസ് ഇച്ചിരി ലേറ്റ് ആയാലും അവർ നമുക്കത് റിവ്യൂ ചെയ്ത് തരുമൊക്കെ ചെയ്യും. അപ്പോൾ നല്ലൊരു ആക്ടിവിറ്റി ആയിരുന്നു ഗൈസ്. അടിപൊളി സംഭവമായിരുന്നു. നമ്മുടെ വാൻകൂവർ സ്റ്റാൻലി പാർക്ക് മൊത്തം കറങ്ങി അടിച്ച് കാണാൻ പറ്റിയൊരു സംഭവമാണ്. ഹൈലി റെക്കമെൻഡഡ്. സെറ്റാക്കിക്കോ. ഇത് വലിയ ചിലവില്ലാത്തൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ മുന്നോട്ട് പോവുക. അപ്പോൾ വിരിയിട്ടങ്ങോട്ട് പൂക്കാവടി. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഈ വ്ളോഗ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. അപ്പോൾ ഇനി അടുത്ത വ്ളോഗുമായിട്ട് വരുന്നിടം വരെ